കോൺഗ്രസ് ഇന്ന് തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പോലും എഴുതിത്തള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളോടെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസ് വരവറിയിക്കുകയും ചെയ്തു. ചരിത്രത്തിലാദ്യമായി മോദിക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെയും നേരിടേണ്ടി വന്നു. അന്ന് ഒരേ ഒരു കാര്യമാണ് കോൺഗ്രസ് പറഞ്ഞത്, അത് ഈ രാജ്യത്തിന് ഒരു പ്രതിപക്ഷം ഉണ്ട് എന്നാണ്. പിന്നീട് നടന്ന വർഷകാല സമ്മേളനത്തിൽ BJP കൊണ്ടുവന്ന വഖഫ് അടക്കമുള്ള ബില്ലുകൾ ഒന്നും പാസാക്കിയെടുക്കാൻ ഭരണകൂടത്തിനായില്ല. ഇതെല്ലാം ഈ സഭയിൽ പ്രതിപക്ഷത്തിന്റെ നേട്ടമായിരുന്നു. എന്നാൽ പിന്നീട് നടന്ന ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിച്ചിട്ടും പരാജയം അംഗീകരിക്കേണ്ടി വന്നതിൽ രാജ്യമൊന്നാകെ അമ്പരന്നുപോയിരുന്നു. അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചാബിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് കോൺഗ്രസ് തിരിച്ചുവരവ് അറിയിച്ചിരിക്കുന്നത്. പഞ്ചാബിലെ നഗരസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ പ്രകടനം കാഴ്ചവെക്കുകയാണ് കോൺഗ്രസ്. ആകെയുള്ള 5 കോർപ്പറേഷനുകളിൽ 2 ഇടങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലെത്തും. ആം ആദ്മി പാർട്ടി ഒരിടത്ത് വിജയിച്ചപ്പോൾ 2 ആർക്കും ഭൂരിപക്ഷമില്ല. പഞ്ചാബിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷികൾ വൻ വിജയം നേടുന്ന പതിവാണ് മുൻപ് ഉണ്ടായിരുന്നത്. അതിനാണ് ഇപ്രാവശ്യം മാറ്റമുണ്ടായത്. അമൃത്സർ കോർപ്പറേഷനിൽ ആകെയുള്ള 85 സീറ്റിൽ 43 എണ്ണം നേടിയാണ് കോൺഗ്രസ് ഭരണം പിടിച്ചത്. ഭത്വാര കോർപ്പറേഷനിൽ ആകെയുള്ള 50 സീറ്റിൽ 22 എണ്ണം നേടിയ കോൺഗ്രസ് സ്വതന്ത്രരുടെ പിന്തുണയോടെ ഭരണത്തിലെത്തും. പ്രതിപക്ഷ കക്ഷികളെ മത്സരിക്കാൻ അനുവദിക്കാതെ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും ആം ആദ്മി പാർട്ടി എതിരില്ലാതെ ജയിച്ച പട്ടിയാല കോർപ്പറേഷനിൽ മാത്രമാണ് അവർക്ക് ഭൂരിപക്ഷമുള്ളത്. ജലന്ധറിലും ലുധിയാനയിലും ആം ആദ്മി പാർട്ടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണെങ്കിലും ഭരണം പിടിക്കാൻ കോൺഗ്രസിന്റെയോ മറ്റു കക്ഷികളുടെ കൗൺസിലർമാരുടെയോ പിന്തുണ വേണ്ടിവരും. 5 കോർപ്പറേഷനുകളിലുമായി 160 സീറ്റുകളിൽ ആം ആദ്മി വിജയിച്ചപ്പോൾ 124 സീറ്റുകളുമായി കോൺഗ്രസ് തൊട്ടുപിന്നിലുണ്ട്. BJPക്ക് 56 സീറ്റുകളും അകാലിദളിന് 13 സീറ്റുകളും മാത്രമാണ് ലഭിച്ചത്. സംസ്ഥാന ഭരണത്തിന്റെ സ്വാധീനത്തിൽ വിജയിച്ച കൗൺസിലർ സീറ്റുകൾ മാറ്റി നിർത്തി പരിശോധിച്ചാൽ ഒറ്റകക്ഷി പാർട്ടി എന്ന വലിയ ആനുകൂല്യമുണ്ടായിട്ടും കനത്ത തിരിച്ചടിയാണ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നടത്തിയ മുന്നേറ്റം നഗരപ്രദേശങ്ങളിലും ആവർത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ബൂത്തുപിടുത്തവും അക്രമങ്ങളും എതിരാളികളുടെ പത്രിക ഏകപക്ഷീയമായി തള്ളിയും സംസ്ഥാന ഭരണകൂടം നടത്തിയ എല്ലാ അട്ടിമറി ശ്രമങ്ങളെയും മറികടന്നാണ് കോൺഗ്രസ് ഈ നേട്ടം കൈവരിച്ചത്. സംസ്ഥാനത്തെ ആം ആദ്മി സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം രൂപപ്പെടുന്നതിന്റെ സൂചനയാണ് നഗരങ്ങളിലും പ്രതിഫലിച്ചിരിക്കുന്നത്.